ഓക്കെ സോ ഹായ് ആൻഡ് വെൽക്കം ടു ടീമേറ്റ്സ് അക്കാഡമി. എല്ലാവർക്കും ടീമേറ്റ്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് ഷോർട്ട് നോട്ടീസിൽ പറയുന്ന അതേ ഡേറ്റ്സിലൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഓൺ ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയാണ്. സോ അതുപോലെ 2 ദിവസം മുമ്പ് നമുക്ക് IBPS ക്ലർക്കിന്റെ ഷോർട്ട് നോട്ടീസ് നമുക്ക് വന്നിരുന്നു. അതിന്റെ കൃത്യമായുള്ള ഡേറ്റും നോട്ടിഫിക്കേഷൻ ഡേ കഴിഞ്ഞ ദിവസം ഒരു 1-ാം തീയതി എന്ന് പറഞ്ഞു. 31st നൈറ്റ് തന്നെ നമുക്ക് എന്ത് വന്നിരിക്കുന്നതാണ്, അതിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ടൈം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനും വന്നിരിക്കുകയാണ്. സോ എല്ലാം ടൈംലി വന്നിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഈ ഒരു ലാസ്റ്റ് മന്ത് നോക്കുവാണെങ്കിൽ തന്നെ ബാങ്കുമായിട്ട് റിലേറ്റഡ് അല്ലെ, അല്ലെങ്കിൽ ഇൻഷുറൻസിലൊക്കെ റിലേറ്റഡ് കുറേ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പടപടയും ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. സോ ഒരുമിച്ച് ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ച് നിലവിൽ വന്നിരിക്കുന്നത്. സോ IBPS ക്ലർക്ക് വേക്കൻസീസ് എത്രയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര വേക്കൻസി വരും? പലർക്കും വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ വേക്കൻസീസ് കുറവാണ് എന്നുള്ള ടെൻഷനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിന് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഓക്കെ, നമുക്കറിയാം ഓഗസ്റ്റ് 1 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. സോ നിങ്ങൾക്ക് ഇന്ന് പോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് 21 വരെയാണ് കേട്ടോ. ഓഗസ്റ്റ് 21 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സോ എപ്പോഴും പറയുന്ന കാര്യമാണ്, റഷ് ചെയ്യരുത്. മാക്സിമം നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കറിയാം ഫീയുടെ ഡേറ്റും ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന 2 ദിവസത്തേക്കാണ് അല്ലെ. അത് 21-ാം തീയതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, 2 ദിവസം കൂടെ 23 വരെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എക്സാംസിന്റെ എല്ലാം പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പറയുന്ന സെപ്റ്റംബറിലാണ് അല്ലെ. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെപ്റ്റംബറിൽ ഉണ്ടാകും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. നമുക്കറിയാം പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നമുക്കറിയാം സ്പെഷ്യലി ഈ SC ST അല്ലെങ്കിൽ ഡിസബിലിറ്റി കാറ്റഗറിയിലേക്ക് PWD കാറ്റഗറിയിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാം, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അത് സെപ്റ്റംബറിലാണ് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ആൻഡ് പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് പറയുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ ലാസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒക്ടോബർ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒക്ടോബർ ഫസ്റ്റ് ഹാഫിൽ നടക്കാനാണ് സാധ്യത. ആൻഡ് റിസൾട്ട് നമുക്ക് എന്താണ്, നവംബറിൽ റിസൾട്ട് വരും. അതുപോലെ തന്നെ എന്താണ്, മെയിൻ എക്സാമിനേഷൻ നമുക്ക് നടക്കുക എന്നാണ്, ഡിസംബറിലാണ് അല്ലെ. ഡിസംബറിലാണ്. സോ നമുക്ക് മെയിൻസ് നടക്കും എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് മാർച്ച് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊവിഷണൽ അലോട്ട്മെന്റും ഔട്ടാവും. സോ ഈ ഡേറ്റ്സ് ഒക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്ന ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഓൺ ടൈം ആണ്, പറയുന്നതെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എന്നുള്ള കാൽക്കുലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, ഇതിന്റെ എലിജിബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അല്ലെ, SBI ഒഴിച്ചുള്ള ബാക്കി എല്ലാ ബാങ്കുകളും, SBI ഒഴികെയുള്ള ബാക്കി എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെ. 11 ബാങ്കുകളാണ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ വരിക. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ IBPS PO കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബാങ്കിന്റെ കേസൊക്കെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബേസിക് പേ എത്രയാണ്, സാലറി എത്രയാണ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. സോ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ നമുക്ക് ഡേറ്റ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് എന്താണ് നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എലിജിബിലിറ്റി തന്നെയാണ്. എലിജിബിലിറ്റി വരുമ്പോൾ നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാഷണാലിറ്റി നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയാവുന്ന പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം എന്താണ്, സിറ്റിസൺഷിപ്പ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ്, ഏജ് ഗ്രൂപ്പ് അല്ലെ. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എത്രയാണ്, 20 to 28 ആണ് നിങ്ങൾക്ക് എന്ത് വരിക, ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. 20 മുതൽ 28 വയസ്സ് വരെ 20 to 28 ആണ് നിങ്ങൾക്ക് എന്ത് പറയുന്നത്, ഈ പറയുന്ന പോലെ ഏജ് ഗ്രൂപ്പ് പറയാ. സോ നിങ്ങളുടെ ഡേറ്റ് നോക്കുക, കറക്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലേ. അതായത് 2/8/1998 1/8/2006. ഓക്കെ, ഈ 2 ഡേറ്റുകൾക്കിടയിലാണ് ഈ പറയുന്നത് അല്ലെ. ഈ ഒരു അതിന് മുമ്പ് 2/8/1998 മുൻപും അതുപോലെ 1/8/2006 ശേഷം ജനിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് നമുക്കറിയാം ബാക്കി എന്താണ് മറ്റ് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ മറ്റ് എക്സാമ്പിളിലൂടെ വരുന്നുണ്ട്. SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം, OBC ആണെങ്കിൽ അതുപോലെ എത്രയാണ്, 3 വർഷമാണ് വരിക. ആൻഡ് മറ്റ് PWD കാറ്റഗറീസിന്റെയും ബാക്കി എക്സ് സർവീസിന്റെ എല്ലാം എന്താണ് ഏജ് ലിമിറ്റും നമുക്ക് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം അവിടെ പറയുന്നുണ്ട്. മറ്റ് എക്സാംസ് പോലെ തന്നെയാണ്, നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു കാറ്റഗറി വൈസ് എത്രയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സെറ്റ് ആണല്ലോ, ഓക്കെ അല്ലേ. യെസ്, അപ്പൊ നെക്സ്റ്റ് നമുക്കറിയാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ബാക്കി ഇവിടുത്തെ ഓരോ കാറ്റഗറിയുടെയും റിസർവേഷനും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി പറയാവുന്ന പോലെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. എന്ത് തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരിക, ഈ പറയുന്ന പോലെ ഡിഗ്രി തന്നെയാണ് അല്ലെ. നമുക്കറിയാം ഗ്രാജുവേഷൻ തന്നെയാണ് അല്ലെ, ഗ്രാജുവേഷൻ ആണ്. നമുക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേറ്റ്സിനാണ് എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, ഈ പറയുന്നത് പോലെ
ഈ ഒരു എക്സാമിലേക്ക് അല്ലെ IBPS ക്ലർക്കിന്റെ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ് മാറുന്നതനുസരിച്ച് അല്ലെ നമുക്കറിയാം റീജിയണൽ ലാംഗ്വേജിൽ പ്രൊവിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നുള്ള കേസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ, നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറി ആണോ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രൊവിഷ്യണൽ ലാംഗ്വേജിൽ എന്താണ് നിങ്ങൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ദെയർ വിൽ ബി അവരെന്ത് ചെയ്യും, അവർ LLPT കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ ലാസ്റ്റ് ഇയറിലൊക്കെ ചില സ്റ്റേറ്റുകളിലൊക്കെ എന്ത് ചെയ്തിട്ടില്ല, LLPT കണ്ടക്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കൂടുതലും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ LLPT എക്സാംസ് എന്ത് ചെയ്യേണ്ടി വരും, ക്ലിയർ ചെയ്യേണ്ടി വരും അല്ലേ. ഇത് രണ്ടുമാണ് ഒരു ക്വാളിഫിക്കേഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, എടുത്തു പറയുന്നില്ല. നമുക്ക് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും പ്രധാനമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല. ഓക്കെ, അപ്പൊ ഇനി പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ അല്ലെ, മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ടത് ഒന്ന് വേക്കൻസീസിന്റെ കാര്യമായിരിക്കും, അതുപോലെ നമ്മുടെ എക്സാം പാറ്റേണിന്റെ കാര്യം അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പറയുന്ന പോലെ എക്സാമിന്റെ സ്ട്രക്ചർ, നമുക്ക് ആപ്ലിക്കേഷൻ ഫീസും കൂടെ പറയുന്നുണ്ട് കേട്ടോ, അതും കൂടെ ജസ്റ്റ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് വരുന്നതാണെങ്കിൽ 175 ആണ്. ആൻഡ് മറ്റ് കാറ്റഗറി ആണെങ്കിൽ 850 ആണ് നമുക്ക് എന്ത് ചെയ്യുക എക്സാമിന്റെ ഫീസ് പറയുന്നത്. ആൻഡ് നമുക്ക് എക്സാം പാറ്റേണിലേക്ക് പോകാം. എക്സാം പാറ്റേൺ വരുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് അല്ലെ, പ്രിലിംസ് എക്സാം ആണ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാന്നുള്ള കേസ് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് വരുന്നത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഒബ്ജക്റ്റീവ് തന്നെ, നമ്മുടെ പ്രിലിംസ് എക്സാം തന്നെയാണ് അല്ലെ. അവിടെ 30 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 30 മാർക്ക്. എല്ലാ ക്വസ്റ്റിനും 1 മാർക്കാണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. 1 മണിക്കൂറാണ് നമുക്ക് എന്ത് ചെയ്യുക എക്സാമിന്റെ ടോട്ടൽ ടൈം വരിക അല്ലെ. അപ്പൊ ഇംഗ്ലീഷ് 30 മാർക്കിനാണ്. ആൻഡ് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി സെക്ഷൻ എത്രയാണ്, നമുക്ക് 35 മാർക്കിനാണ്. ആൻഡ് റീസണിങ് എബിലിറ്റി നമുക്ക് എത്രയാണ്, ഈ പറയുന്ന പോലെ 35 മാർക്കാണ് നമുക്ക് വരിക. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയാണ്, 100 മാർക്കാണ്. 1 മണിക്കൂറാണ് നമുക്ക് എന്ത് ചെയ്യുക ടോട്ടൽ നമുക്ക് ടൈം വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. യെസ്, അപ്പൊ നമുക്ക് അറിയാം സെക്ഷനിൽ നമുക്ക് വരുന്നുണ്ട്. സെക്ഷനിൽ ഓരോ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ അക്വയറിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ സെക്ഷണൽ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ നമുക്ക് മെയിൻസ് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല. നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലോ കാര്യങ്ങളിലോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഇയറിലായിട്ട് ചേഞ്ചസ് വന്നിട്ടില്ല. ആകെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ QAയിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമുക്ക് ഈ പറഞ്ഞ 35 എന്നുള്ളത് മാറിയിട്ട് 40 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലോ കാര്യങ്ങളിലോ ഒന്നും എന്തില്ല, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അല്ലെ. ടൈം അങ്ങനെ തന്നെയാണ്. നമുക്ക് എത്രയാണ്, നമുക്ക് ജനറൽ അവയർനെസ് പാർട്ട് എത്ര മാർക്കിനാണ്, 50 മാർക്കിനാണ്. ആൻഡ് ഇംഗ്ലീഷ് എത്രയാണ്, 40 മാർക്കിനാണ്. ആൻഡ് റീസണിംഗ് പാർട്ട് 60 മാർക്സ്. ആൻഡ് QA എത്രയാണ്, 50 മാർക്സ് തന്നെയാണ്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ മാത്രം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നതുകൊണ്ട്. ക്ലിയർ അല്ലേ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് എക്സാം പാറ്റേണിന്റെ കേസിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിലെയും ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് മറ്റു പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തുന്നില്ല, വരുന്നില്ല. ദെൻ LLPയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ LLPT എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിൽ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആ ഒരു കാര്യം മാത്രം അവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് യെസ്, അവിടെ LLPTയുടെ കാര്യം പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമുക്കറിയാം നമ്മൾ ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിലെ വേക്കൻസീസ് മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില സ്റ്റേറ്റ്സിലേക്ക് കണ്ടക്ട് ചെയ്യില്ല. കാരണം അവിടെ ഓൾറെഡി ഒരു അത്രയും വേക്കൻസീസ് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവായതുകൊണ്ട് പ്രൊവിഷൻസ് അല്ലാതെ പഠിച്ചെടുക്കുക എന്നുള്ളവരെ മാത്രമൊക്കെ. പക്ഷെ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരും കർണാടക നോക്കിയാലും അല്ലെങ്കിൽ കേരളം നോക്കിയാലും റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതെന്ത് ചെയ്തേക്കുക, ഒന്ന് നോട്ട് ചെയ്തേക്കുക അല്ലെ. സോ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് LLPTs നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, എക്സാമിന് നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST കാറ്റഗറിയിലൊക്കെ വരുന്നവർക്കാണ് അല്ലെ. SC കാറ്റഗറി ST കാറ്റഗറി അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ വരുന്നവർക്ക്, എക്സ് സർവീസ്മെൻ അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഈ കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. അതിന് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എല്ലാവർക്കും ടെൻഷൻ, നമുക്ക് വേക്കൻസീസ് ടോട്ടൽ എത്ര വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം, ഒരു ഐഡിയ വേണം അല്ലേ. അപ്പം ഇത്തവണ ടോട്ടൽ നമുക്ക് ഏകദേശം 11,403 വേക്കൻസീസ് ആണ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വേക്കൻസീസ് മാത്രം എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഏകദേശം 11,403 വേക്കൻസീസ് ആണ് ഇൻ ടോട്ടൽ നമുക്ക് എല്ലാ സ്റ്റേറ്റിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 11,403 വേക്കൻസീസ്, 11,403 വേക്കൻസീസ് ആണ്. അപ്പോൾ ഇതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്കറിയാം, നമ്മളിപ്പം നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും
ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മറ്റ് കർണാടകയിലൊക്കെ പോയിട്ട് LLPT ക്രാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്തിട്ട് സർവീസിൽ കയറി ഒരുപാട് ആൾ ടീമേറ്റ്സിൽ പോലും ഒരുപാട് പേര് ലാസ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കർണാടകയിലേക്ക് ഓഫർ ഇട്ടിട്ട് പോയി ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കേരളത്തിലേക്കുള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ്ലി നമുക്ക് മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്ക് മലയാളം പഠിച്ചിട്ട് ഒന്ന് കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ? അല്ല. പക്ഷെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പലയിടത്തെയും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ക്രാക്ക് ചെയ്യാറുണ്ട്, നമ്മൾ സർവീസിൽ കയറാറുണ്ട് അല്ലേ. അപ്പോൾ എസ്പെഷ്യലി കർണാടകയിലൊക്കെ വേക്കൻസി എന്താണ്, നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു വേക്കൻസി തന്നെയാണ്. സോ അതിലേക്ക് നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റിലായിട്ട് പറയുന്നുണ്ട്, ഓരോ യൂണിയൻ ടെറിട്ടറി പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ എല്ലാത്തിലേക്കും പോകുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാ സ്റ്റേറ്റുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കർണാടക കേരള റീജിയനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കർണാടക കേരളയൊക്കെ നോക്കുമ്പോഴത്തേക്ക് യെസ്, കർണാടക വരുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന വേക്കൻസി ഫസ്റ്റ് നമുക്ക് കേരളയിൽ നോക്കാം. കേരളത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്കിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 108 വേക്കൻസീസ് ആണ് കേട്ടോ. കേരളത്തിൽ ടോട്ടൽ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എത്ര വേക്കൻസീസ് ആണ്, 108 വേക്കൻസീസ് ആണ്. ഈ പല ബാങ്കുകളിലായിട്ട് നമുക്കിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 108 വേക്കൻസീസ് ആണ്. സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ കുറവാണെന്നുള്ള ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെയാണ് മറ്റേ കേസ് പറഞ്ഞ് നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കേസ് ഞാൻ പറഞ്ഞത്. അതിന്റെ മെയിൻ കേസ് നമുക്ക് വരുന്ന ഏത് തന്നെയാണ്, ഈ പറഞ്ഞ കർണാടകയുടെ കേസിലെ വേക്കൻസീസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, കർണാടകയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 1414 വേക്കൻസീസ് ആണ്. ഇവിടെ കർണാടകയിൽ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1414 വേക്കൻസീസ് ടോട്ടൽ എവിടെ കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1414 വേക്കൻസീസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയറിൽ ടീമേറ്റ്സിന്റെ സ്റ്റുഡൻസിൽ നിന്ന് മാത്രം ഒരുപാട് പേര് പറഞ്ഞ കർണാടകയിൽ എന്താണ് LLPT ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സർവീസിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനായിട്ട് എടുക്കേണ്ട. ഉറപ്പായിട്ടും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നമുക്ക് ഏറ്റവും അടുത്ത് പോയിട്ട് വരുന്ന സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർണാടകയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. സോ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, വേക്കൻസീസിന്റെ കാര്യം അവിടത്തെയും കൂടെ നോട്ട് ചെയ്യുക. കേരളത്തിൽ ആകെ 108 വേക്കൻസീസ് ആണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. 28 വയസ്സ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ഏജ് ലിമിറ്റ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എക്സാം പാറ്റേണിലും കാര്യങ്ങളിലും ഒക്കെ ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. നമുക്കറിയാം എക്സാമിന്റെ ഡേറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന അതേ ടൈമിൽ തന്നെ നടക്കാനുള്ള സാധ്യത തന്നെയാണ് വളരെ കൂടുതൽ. ആ കാര്യങ്ങളിലൊക്കെ വളരെ പങ്ക്ച്വലായിട്ടാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. സോ റിസ്ക് ഒന്നും എടുക്കരുത്, ലാസ്റ്റ് മിനിറ്റിലേക്ക് റഷ് ചെയ്യാതിരിക്കുക. നമുക്ക് 21 ആണ് ലാസ്റ്റ് ഡേറ്റ്, ഓഗസ്റ്റ് 21 ആണ് ലാസ്റ്റ് ഡേറ്റ് വരിക. അതിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് റിലേറ്റഡ് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ത്രൂ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടിന്യൂ. ഞാൻ പറഞ്ഞാൽ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ഒരേ സമയം പഠിക്കാവുന്ന രീതിയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ എല്ലാം കോഴ്സ് റിലേറ്റഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിൻ്റെ എൻക്വയറീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. സോ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ് ആൻഡ് സീ യു.